സ്കൂൾ വിട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഫസ്റ്റ് സ്റ്റോപ്പ് ആയതുകൊണ്ട് തന്നെ തിരിച്ചു പോകുമ്പോൾ ബസ്സിൽ സീറ്റ് കിട്ടൂലേ എന്നുള്ള ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ. സീറ്റ് ഉണ്ടാവാറുണ്ട്. കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ ഭയങ്കര റഷാവും. അപ്പോൾ നമുക്ക് സീറ്റിലോട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ നല്ല തിരക്കാവും കേട്ടോ. ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണേ. കുറച്ച് മുമ്പ് വരെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ നോക്കാം, നല്ല വെയിലുമായി. ബസ് കാത്തിക്കുന്ന സമയത്ത് നേരെ മുഖത്തേക്കായിരുന്നു കേട്ടോ വെയിൽ, ഒരു തരം കുത്തുന്ന വെയിൽ. ബസ് കയറിയാൽ പിന്നെ ഞാൻ ടൈം വേസ്റ്റ് ചെയ്യലില്ല കേട്ടോ. പൈസ കൊടുക്കണോ ഉറങ്ങണോ, പിന്നെ മേലാറ്റൂർ എത്തുന്നവരെ നല്ലൊരു ഉറക്കം കിട്ടും. 1 മണിക്കൂറോളം യാത്ര ഉണ്ടല്ലോ, അങ്ങനെ ഉറങ്ങാൻ കഴിയണത് തന്നെ ഒരു സമാധാനമാണ്. അപ്പോൾ ആ ഒരു പവർ നാപ്പാണ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെത്തുമ്പോൾ നമുക്ക് കുറച്ചൊരു ഉഷാറ് കിട്ടും. അപ്പോൾ അങ്ങനെ മേലാറ്റൂരൊക്കെ എത്തി. സ്കൂട്ടിയൊക്കെ എടുത്ത് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്. അവിടുന്ന് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇല്ലൂന് കുറച്ച് ദിവസമായി ചുമയും കഫക്കെട്ടും ഒക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ മാക്സിമം കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്ട് കഴിയുമോ നോക്കാൻ കുറച്ച് ദിവസം നോക്കി. പക്ഷേ കുറവായിട്ടില്ല. അപ്പോൾ പിന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ട, ഡോക്ടറെ അടുത്തേക്ക് തന്നെ പോകാമെന്ന് വെച്ച് ഞാനും ഇല്ലും ബേബിയും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ ചെന്നപ്പോൾ പനിക്കാരുടെ തിരക്കാണ്, മൊത്തം പനിയാണല്ലോ ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ വന്നതിൻ്റെ ശേഷമാണ് അവിടെ തിരക്ക് കൂടിയത്. അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങി തിരിച്ചു വരികയാണ്. ഡോക്ടറെ കാണാനേക്കാൾ ബുദ്ധിമുട്ടിയത് വണ്ടി പാർക്ക് ചെയ്ത് കിട്ടാനാണ് കേട്ടോ. ഇന്ന് ഇവിടെ ചന്ത ഉള്ള ദിവസമാണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. എവിടെയും പാർക്കിങ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ എവിടേക്കോ കുറേ നേരം അലഞ്ഞിട്ടാണ് ഒന്ന് പാർക്ക് ചെയ്യാൻ കിട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ കണ്ടത്. അങ്ങനെ ഡോക്ടറെ കണ്ട് തിരിച്ച് വന്നിട്ടുണ്ട്. വന്ന പാടെ ഞാൻ നല്ലൊരു സ്ട്രോങ് ചായ കുടിച്ചു. ഫ്രഷ് ആയാലൊക്കെ കഴിഞ്ഞ് നമുക്കിനി അടുത്ത പണികളുണ്ടല്ലോ ചെയ്യാനായിട്ട്. റെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമല്ലല്ലോ. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞ് ഡിന്നറും കഴിച്ച് ഇനി കിടക്കായി.